ഓക്കെ, ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. എ സാമ്പിൾ ഓഫ് സോയിൽ ഫെയിൽഡ് ഇൻ ട്രയാക്സിയൽ ടെസ്റ്റ് അണ്ടർ എ ഡീവിയേറ്റർ സ്ട്രെസ് ഓഫ് 200 kN per meter square when the confining pressure was 100 kN per meter square. If for the same sample the confining pressure had been 200 kN per meter square, what would have been the deviator stress at failure? Assume the soil has രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ C equal to 0 ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ phi equal to 0. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാക്സിയൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ കണ്ടക്ട് ചെയ്ത സമയത്ത് ആ ടെസ്റ്റിൽ ഡീവിയേറ്റർ സ്ട്രെസ് 200 kN per meter squareും അതുപോലെ കൺഫൈനിങ് പ്രഷർ സിഗ്മ C 100 kN per meter squareും കിട്ടി. ഇനി അതേ സാമ്പിൾ തന്നെ കൺഫൈനിങ് പ്രഷർ 200 kN per meter square ആണെങ്കിൽ എന്തായിരിക്കും ഡീവിയേറ്റർ സ്ട്രെസ് അറ്റ് ഫെയിലിയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ രണ്ട് കണ്ടീഷൻസാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ C equal to 0 ആൻഡ് സെക്കൻഡ് വൺ phi equal to 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിഗ്മ D equal to 200 kN per meter square, സിഗ്മ C equal to 100 kN per meter square. അപ്പോൾ സിഗ്മ 3 equal to എന്തെഴുതാം? 100 kN per meter square ആൻഡ് സിഗ്മ 1 equal to 100 plus 200 equal to 300 kN per meter square. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ അടുത്ത സെറ്റ് വാല്യൂസിൻ്റെ സിഗ്മ C equal to സിഗ്മ 3 equal to 200 kN per meter square. അത്രയും വരെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി ഇതെങ്ങനെയാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാവുന്നത് എന്താ? ഫസ്റ്റ് സെറ്റ് വാല്യൂസ് നമുക്കറിയാം സിഗ്മ 3 ആൻഡ് സിഗ്മ 1. അത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ പ്ലോട്ട് ചെയ്തു. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എന്താ? C equal to 0. ആ കണ്ടീഷനാണ് ആദ്യം ചെയ്യുന്നത്. കൊഹഷൻ 0 ആകുമ്പോൾ ഒറിജിനിൽ നിന്നാണ് എന്ത് വരിക? നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് വരച്ച് ഈ ഒരു സർക്കിളിന് ടാൻജൻഷ്യലായിട്ടുള്ള രീതിയിലൊരു ലൈൻ വരച്ചു. അപ്പോൾ ഫെയിലിയർ എൻവലപ്പ് കിട്ടി. ഇനി അടുത്ത സെറ്റ് വാല്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്മ 3 equal to 200 എന്നറിയാം. പിന്നെ സിഗ്മ 1ൻ്റെ കാര്യത്തിനെ പറ്റി യാതൊരു കാര്യം നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ വഴി നമുക്കൊരു കോമ്പസ് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഡിസ്റ്റൻസും എടുത്തിട്ട് ഇത് റേഡിയസായി വരുന്ന പോലെ സർക്കിൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും? പല പല റേഡിയസിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റേഡിയസ് എത്തുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ഈ ടാൻജൻറ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ സർക്കിൾ വരും. അതായിരിക്കും കറക്റ്റായിട്ടുള്ള സർക്കിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പോയിൻ്റ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ വരച്ച സമയത്ത് കിട്ടിയിട്ടുള്ളത് 600 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 600 എന്നുള്ളത് സിഗ്മ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ D ആണ് നമ്മുടെ ഡീവിയേറ്റർ സ്ട്രെസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിഗ്മ 1 equal to സിഗ്മ C പ്ലസ് സിഗ്മ D എന്നാണ്. അപ്പോൾ സിഗ്മ C നമുക്കറിയാം 200. അപ്പോൾ 200 പ്ലസ് സിഗ്മ D equal to 600. സിഗ്മ D equal to 600 minus 200 equal to 400 kN per meter square. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി ഇത് തന്നെ നമുക്ക് ഇക്വേഷൻ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഫസ്റ്റ് പ്രോബ്ലം. അത് ഇവിടെ നമ്മൾ ഗ്രാഫിക്കലി മാത്രമേ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതും കൂടെ എന്ത് ചെയ്യുക? ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെയാണോ നിങ്ങൾ പ്ലോട്ട് ചെയ്തപ്പോൾ കിട്ടുന്നതും ഇക്വേഷൻ വഴി ചെയ്യുമ്പോൾ കിട്ടുന്നതും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ തന്നെ എങ്ങനെയാണത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ഇത് 200 എന്നുള്ള ഈ പോയിൻ്റ്. ആ പോയിൻ്റ് നമുക്ക് എങ്ങനെ കിട്ടുക? 200 ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കിട്ടും? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? സിഗ്മ 1 ആണിത്, ഇത് സിഗ്മ 3. അപ്പോൾ സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഈ ഒരു പോയിൻ്റാണ് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ? അതേപോലെ സിഗ്മ 1 പ്ലസ് സിഗ്മ 3 ബൈ 2 അതെന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പോൾ 300 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 200 എന്നുള്ളൊരു പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തേൽ കിട്ടിയ പോയിൻ്റ് ഏതാണ്? 300. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, കാണാനുണ്ടോ? ഒന്നുമല്ല, ഈ ഒരു ഫസ്റ്റ് സർക്കിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ സൈൻ ഫൈയുടെ വാല്യൂ എന്താ വരിക എന്ന് നോക്കുക. സൈൻ ഫൈ ഈക്വൽ ടു എന്താ വരിക?
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ത്, ഈ 200 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു വാല്യൂ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്, ഈ ടാൻജൻറ്റ് വന്ന് ടച്ച് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസാണ് നമ്മുടെ എന്തുണ്ടായിരിക്കുക, സൈൻ ഫൈ വാല്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ, ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 100 ആണ് അതിൻ്റെ റേഡിയസ്. അപ്പോൾ 300 മൈനസ് 100 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരും, 200/2, അതായത് 100 എന്ന് വരും. ഓക്കെ, അപ്പോൾ σ1 എങ്ങനെ എഴുതാം, σ1 മൈനസ് σ3/2 ഡിവൈഡഡ് ബൈ, ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരിക, അതായത് 200 എന്നുള്ള വാല്യൂ, 0യിൽ നിന്ന് 200 വരെ. ഏത് ട്രയാങ്കിളാണ് പറയുന്നതെന്ന് മനസ്സിലായോ, ഇവിടെ നിന്ന് 0 എന്ന് പറഞ്ഞാൽ 200 വരെ എത്തി, 200 ഇങ്ങോട്ടൊരു ഈ ടാൻജൻറ്റ് ടച്ച് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച്, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടാവുക. അതിൽ ഈ റേഡിയസിൻ്റെ ഈ റേഡിയസിൻ്റെ ഈ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് അതിൻ്റെ 90 ഡിഗ്രി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ σ1 മൈനസ് σ3/2 ഡിവൈഡഡ് ബൈ σ1 പ്ലസ് σ3/2 എന്ന് എഴുതാം നമുക്ക്, ഈക്വൽ ടു സൈൻ ഫൈ. അപ്പോൾ ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കിവിടെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ 0.5 എന്ന് കിട്ടി. അപ്പോൾ ഇനി അടുത്ത സർക്കിളിനും എന്ത് തന്നെയാണ്, ഫൈയുടെ വാല്യൂവിനും ചേഞ്ച് വരാൻ പോകുന്നില്ല. അപ്പോൾ സൈൻ ഫൈ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ, അതേപോലെ തന്നെ എഴുതി, σ1 മൈനസ് σ3/2 ഡിവൈഡഡ് ബൈ σ1 പ്ലസ് σ3/2. അപ്പോൾ 0.5 എന്നുള്ള വാല്യൂ നമുക്കറിയാം, 0.5 ഈക്വൽ ടു σ1 മൈനസ്, ഇവിടെ ഏത് വാല്യൂ മാത്രമേ അറിയുള്ളൂ, σ3 വാല്യൂ അറിയാം, 200 ആണെന്ന്. 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ σ1 ഈക്വൽ ടു 600 kN/m² എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, σ1 മൈനസ് σ3. അതല്ലെങ്കിൽ എങ്ങനെ ആലോചിച്ചാൽ മതി, σ1 ഈക്വൽ ടു σc പ്ലസ് σd എന്നാണ്. അതിൽ σc വാല്യൂ ആണ് ഈ σ3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ σ1 മൈനസ് σc ഈക്വൽ ടു σd. അപ്പോൾ 600 മൈനസ് 200 ഈക്വൽ ടു 400 kN/m². അങ്ങനെ ഇതിൻ്റെ വാല്യൂ അങ്ങനെയും കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. കൃത്യമായിട്ട് പ്ലോട്ട് ദി എൻവലപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് തന്നെ ചെയ്യണം, ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇനി അതിൽ തന്നെ അടുത്തൊരു ബി പാർട്ട് ഉണ്ടായിരുന്നതാണ് ഫൈ ഈക്വൽ ടു 0. ഫൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഹൊറിസോണ്ടലിന് പാരലായിട്ട് വേണം നമ്മുടെ ഈ ഇത് വരാനായിട്ട്, ടാൻജൻറ്റ് വരാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സർക്കിൾ നമുക്കറിയാം, അത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് കൂടെ ഇട്ട് അതിനെ ടച്ച് ചെയ്യുന്ന പോലെ ഇതിന് പാരലായിട്ടുള്ള, ഈ ഹൊറിസോണ്ടലിന് പാരലായിട്ടുള്ള പോലെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റിൽ ടച്ച് ചെയ്യുന്ന പോലെ അടുത്ത സർക്കിൾ വരാൻ പാടുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ രണ്ട് സർക്കിളിൻ്റെയും റേഡിയസ് സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ റേഡിയസ് എത്രയാണ്, 100 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 200 ആകുമ്പോൾ അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്, 300 ആണ്. അപ്പോൾ 300ൽ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വീണ്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് σ1 വാല്യൂ എത്രയാണ്, 400 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് 400 ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, 400 മൈനസ് എന്ത് ചെയ്യണം, അത് നമ്മുടെ σc വാല്യൂ മൈനസ് ചെയ്യണം, 200 ഈക്വൽ ടു എന്ത് വരും, 200 kN/m². അതാണ് ഏതിൻ്റെ ഉണ്ടായിരിക്കുക, രണ്ടാമത്തെ കേസിൽ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, 200 kN/m² ആണ് അവിടുത്തെ σd വാല്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ.